ലോക് ഷിറ്റ് ഗോപിയണ്ണൻ റിസ്ക് സത്യപ്രതിജ്ഞയ്ക്ക് പച്ച മലയാളം തന്നെ ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. ഒരു ഭരചന്ദ്രൻ IPS ബാധ കയറുമോ എന്ന സംശയം എന്തോ ഉണ്ട്. മാനവും മര്യാദയ്ക്ക് ഒരു ഷോയും ഇല്ലാതെ വന്ന് അഭിനന്ദനം. കേരളത്തിൽ ആദ്യമായി തിരഞ്ഞെടുക്കുന്ന BJP MP എന്നുള്ള ഒപ്പം കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും ലഭിച്ച ആദ്യമായി ലോക്സഭാ സമ്മേളനത്തിലാണ് കേരളത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ. കേരളത്തിൻ്റെ തനത് ഭാഷ ലോക്സഭയിൽ മുഴങ്ങി കേൾക്കാൻ അവസരമുണ്ടാക്കും. വരും കാലം, അതായത് അടുത്ത 5 കേരളത്തിന് കുത്തിത്തിരിപ്പുകളൊന്നും ഉണ്ട്. ഈ നാടിന് വേണ്ട ആവശ്യങ്ങളും ഈ നാടിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും തയ്യാറാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. കേരളത്തിൻ്റെ ആവശ്യം ഉറച്ചു നിൽക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മുൻപും കേന്ദ്ര സഹവാഴാജിമാരുണ്ട്. ഒന്നും കേരളത്തിന് കിട്ടരുത് എന്ന ആഗ്രഹം. ഇതിന് വിരുദ്ധ കേരളത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നൂതന അത് പിടിച്ചു വാങ്ങി ഈ നാടിന് തരാൻ ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി കേന്ദ്ര സഹമന്ത്രിയായി ലോക്സഭയിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിക്ക് അഭിനന്ദനം. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു.